പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കൺവെൻഷൻ്റെ ഈ രാത്രിയെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കാനും ദൈവവചനത്തെ സ്വീകരിക്കാനും ദൈവം തരുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് കർത്താവ് നമുക്ക് വചനം തരിക എന്നുള്ളത്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കിട്ടാതിരുന്ന 2 കാലഘട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തേത് ഒരു 400 വർഷമാണ്. ആ 400 വർഷം ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ കിടന്നിരുന്ന നാളുകളിൽ 4 നൂറ്റാണ്ടുകൾ കർത്താവിൻ്റെ അരുളപ്പാടുകൾ ജനത്തിന് കിട്ടാത്തതിനെക്കുറിച്ച് നമുക്ക് സൂചന കിട്ടുന്നുണ്ട്. പുറപ്പാട് പുസ്തകത്തിലാണത്. 400 വർഷത്തെ ജനത്തിൻ്റെ അടിമത്തത്തിൻ്റെ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവർക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ ആ കാലഘട്ടം അടിമത്തത്തിൻ്റെ കാലമായിരുന്നു. ആ കാലഘട്ടം നിലവിളികളുടെയും കണ്ണുനീരിൻ്റെയും കാലമായിരുന്നു. പിന്നീട് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കിട്ടാതിരുന്ന മറ്റൊരു കാലമാണ് മലാക്കി പ്രവാചകന് ശേഷം സ്നാപക യോഹന്നാൻ വരെയുള്ള 4 നൂറ്റാണ്ടുകൾ, 400 വർഷക്കാലം. പ്രവചനങ്ങൾ നിലച്ചുപോയൊരു കാലമെന്നാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് ബൈബിൾ പഠിക്കുന്നവർ പറയുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ വിരളമായിരുന്ന ഒരു കാലം, ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റാതിരുന്നൊരു കാലം, ദൈവം സംസാരിക്കുന്നതിനെ പങ്കുവെച്ചു കൊടുക്കാൻ പ്രവാചകന്മാർ അന്യം നിന്ന് പോയ ഒരു കാലം. സത്യത്തിൽ അതൊരു ഗതികേടിൻ്റെ കാലമാണ്, അതൊരു തകർച്ചയുടെ കാലമാണ്. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏത് വിഷയത്തിനും ഉത്തരം തരേണ്ടത് ആരാണ്? കർത്താവാണ്. കർത്താവിൽ നിന്നാണ് ഉത്തരം കിട്ടേണ്ടത്. കർത്താവ് സംസാരിക്കാതിരുന്നാലോ, അല്ലെങ്കിൽ കർത്താവ് സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റാതിരുന്നാലോ? പ്രവചനങ്ങൾ അന്യം നിന്ന് പോകുന്ന അത്തരം കാലങ്ങളെ ഓർത്ത് നാം ഭയപ്പെടണം. എന്നാൽ ഇന്ന് നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹം, കർത്താവിൻ്റെ അരുളപ്പാടുകൾ പങ്കുവെച്ച് തരാൻ, ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിക്കാൻ നമുക്ക് വേദികളും വ്യക്തികളും ഇടങ്ങളും സ്വാതന്ത്ര്യവും അവസരവും ദൈവം നൽകുന്നു എന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് അത്തരം സൗഭാഗ്യകാലങ്ങളെ ഓർത്ത് നാം ദൈവത്തിന് നന്ദി പറയണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോടെ ഒച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് ഓൺലൈനിലൂടെ ആണെങ്കിലും നമുക്ക് വചനം കേൾക്കാനും, ഇത് മാത്രമല്ല എത്രയോ വചന ശുശ്രൂഷകൾ, കേരള സഭയുടെ മഹാഭാഗ്യമാണത്. ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ദൈവം തരുന്ന സന്ദർഭങ്ങൾ. ഞാൻ ഈ നാളുകളിലും അനേക ആളുകളെ കാണുന്നുണ്ട്. കാണുമ്പോഴൊക്കെ മനുഷ്യർ പറയുന്നത്, ദൈവത്തിൻ്റെ വചനം പല ദൈവവചന ശുശ്രൂഷകളിൽ നിന്ന്, പല ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഈ നാളുകളിൽ ദൈവം തൻ്റെ വചനം അയച്ചപ്പോൾ ആ വചനം പിടിച്ചു നിർത്തിയ അനുഭവങ്ങൾ പലരും പങ്കുവെക്കുന്നുണ്ട്. ഇവിടെ വന്ന് ഇന്നും ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരു കുടുംബം പറയുകയായിരുന്നു, അങ്ങനെ വിവാഹമൊക്കെ വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വന്ന ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സഹോദരിയെക്കുറിച്ച് പറയുമ്പോൾ ആ സഹോദരൻ പറയുകയായിരുന്നു, ദൈവവചനമാണ് അവളെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അത് നമ്മുടെ എല്ലാം അനുഭവമാണ്. ഞാനിത് പറയുന്നത് നമുക്ക് ഈ ദിനങ്ങളിൽ ദൈവം തരുന്ന അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയണം. ഒരു നിമിഷം നിങ്ങളെവിടെയായിരുന്നാലും ഈ സമയത്ത് നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ നമുക്കൊന്ന് ഹൃദയം തുറന്ന് ആരാധിക്കാം, സ്തുതിക്കാം. അധരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം, ഹൃദയം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് കണ്ണുകളടച്ച്, ഓ പരിശുദ്ധാത്മാവേ, ഈ രാത്രിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ളവനായ യേശുവിൻ്റെ നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ, ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുന്ന മക്കൾ എവിടെയായിരുന്നാലും അവരുടെ മേൽ കർത്താവെ അവിടുത്തെ അപരിമേയമായ ശക്തി ഈ സമയത്ത് വ്യാപരിക്കണമേ. വചനം ദൈവമാണ്. കർത്താവെ, സങ്കീർത്തനം 29 അങ്ങ് അരുളി ചെയ്തു, കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്. കർത്താവിൻ്റെ സ്വരത്തിന് ശക്തിയുണ്ട്. അത് കാദേശ് മരുഭൂമിയെ നടുക്കുന്നു, ലെബനോനിലെ ഓക്കുമരങ്ങളെ ചുഴറ്റി എറിയുന്നു, ദേവദാരുക്കളെ കടപുഴക്കി എറിയുന്നു, മരുഭൂമിയെ നടുക്കുന്നു. കർത്താവിൻ്റെ വചനം ശക്തി നിറഞ്ഞതാണ്. ദൈവമേ, ആ ശക്തി നിറഞ്ഞ അങ്ങയുടെ വചനം ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് അയക്കണമേ. കർത്താവെ, എവിടെയായിരുന്നാലും ഈ കൂട്ടായ്മയോട് ചേർന്ന് വചനം കേൾക്കുന്ന മക്കളെ ഇപ്പോൾ അവിടുത്തെ ആത്മാവിൻ്റെ സ്പർശനം അനുഭവിക്കാനിടയാക്കണമേ.
കർത്താവെ, അങ്ങേ ഒരുമിച്ച് ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാ മക്കളും നിങ്ങൾ എവിടെയായിരുന്നാലും ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. അതിനം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ച് ഹാലലുയ്യ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, ആരാധന 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 ആരാധന. ഓ പരിശുദ്ധാത്മാവേ, അഗ്നിയായി അഭിഷേകമായി ശക്തിയായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ വന്ന് നിറയണമേ എന്ന് ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം ആരാധന മഹത്വം ആരാധന. യേശുവേ സ്തുതി, ആരാധന ആരാധന ആരാധന. ആബാപിതാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടാം. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. അഗ്നിയിലെന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയിലെന്നെ ഉരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. അഗ്നിയിലെന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയിലെന്നെ ഒരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. കർത്താവിന്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കും. പരിശുദ്ധാത്മാവേ, എല്ലാ കുടുംബങ്ങളിലും അങ്ങ് വന്ന് നിറയണമേ. എല്ലാ സാഹചര്യങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ബലഹീനമായ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ അങ്ങ് വന്ന് നിറയണമേ എന്ന് ഞങ്ങൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. മുൾപടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ തീയായി മാറൂ പരിശുദ്ധാത്മാവേ. മുൾപടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ തീയായി മാറൂ പരിശുദ്ധാത്മാവേ. അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ. വിശുദ്ധിയാലെ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ. അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ. വിശുദ്ധിയാലെ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ.
ഹല്ലേലൂയ 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 കരങ്ങളടിച്ച് പാടിക്കേ. ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം, ആരാധന 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 ആരാധന. യേശുവേ മഹത്വം, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഉച്ചത്തിൽ ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാനായി കർത്താവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുന്ന വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം, നിങ്ങൾ ബൈബിൾ എടുക്കുക, നമുക്കൊരുമിച്ച് വായിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. എന്താണ് ഇവിടെ വചനം പറയുന്നത്? കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളെക്കുറിച്ചാണ്. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങൾ. എന്തൊക്കെയാണ് കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങൾ? ഒന്നാമത്തേത്, കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-മതൊന്നുകൂടി 7 കാര്യങ്ങളാണ്. കർത്താവ് വെറുക്കുന്ന 7 കാര്യങ്ങൾ. 6 കാര്യങ്ങളും 7-മതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. അങ്ങനെ ആ 7 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, ഗർവ് കലർന്ന കണ്ണ്. 2, വ്യാജം പറയുന്ന നാവ്. 3, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ. 4, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം. 5, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ. 6, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി. 7, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. നിശ്ചിതി പറഞ്ഞേ ഹല്ലേലൂയാ. അതിനെ തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഒരിക്കൽ കൂടി നമുക്ക് ആ വചനം വായിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 16 മുതൽ 19 വരെ വാക്യങ്ങൾ. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-മതൊന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു. ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. എന്തൊക്കെയാണ് കർത്താവ് വെറുക്കുന്ന 7 കാര്യങ്ങൾ? 1, അഹങ്കാരം കലർന്ന കണ്ണ്. അഹങ്കാരം കലർന്ന കണ്ണ്. 2-മത്തേത്, വ്യാജം കള്ളം പറയുന്ന നാവ്. 3-മത്തേത്, നിഷ്കളങ്കമായ രക്തം ചൊരിയുന്ന കൈ. 4-മത്തേത്, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തെറ്റായ കാര്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം. 5-മത്തേത്,
തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ, അത് കർത്താവ് വെറുക്കുകയാണ്. 6-ാമത്തേത് അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി. 7-ാമത്തേത്, എനിക്കതിനെക്കുറിച്ചാണ് നിങ്ങളോട് ഈ രാത്രിയിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 7-ാമത്തേത് സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് അത് വെറുക്കുന്നു. കർത്താവ് വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന് അത് അസഹനീയമാണ്. കർത്താവിന് അതിനോട് ഒരു ഒത്തുതീർപ്പില്ല. കർത്താവ് അതിനോട് കോംപ്രമൈസ് ചെയ്യില്ല. കർത്താവ് അത് വെറുക്കുന്നു. എന്ത് വെറുക്കുന്നു? സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവനെ കർത്താവ് വെറുക്കുന്നെങ്കിൽ കർത്താവ് സ്നേഹിക്കുന്ന ആരെയാണ്? നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം നമുക്ക് ഈ സമയത്ത് ധ്യാനിക്കാം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഭിന്നത വിതയ്ക്കുന്നവനെ കർത്താവ് വെറുക്കുന്നു. സമാധാനം സ്ഥാപിക്കുന്നവനെ ദൈവം തൻ്റെ മകനെ എന്ന് വിളിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നിച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? സഹോദരങ്ങൾക്കിടയിൽ ആരെങ്കിലും സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതച്ചാൽ, ഇപ്പോൾ ഒരു കുടുംബത്തെ എടുത്താൽ, ആ കുടുംബത്തിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്കുണ്ടാക്കാൻ അമ്മയോ അപ്പനോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് കലഹം ഉണ്ടാക്കിയാൽ ആ കലഹം ഉണ്ടാക്കുന്ന വ്യക്തിയെ കർത്താവ് വെറുക്കുന്നു. ഒരിക്കലും കർത്താവ് സമ്മതിച്ച് തരുന്ന ഒരു തിന്മയല്ലിത്. ദൈവം ഇത് അനുവദിക്കുന്നില്ല. ദൈവം ഇതിനോട് ഒത്തുതീർപ്പില്ല. ദൈവം ഇത് സമ്മതിക്കില്ല. കർത്താവ് ഇത് വെച്ചു പൊറുപ്പിക്കില്ല. പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ രാത്രി ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കുക. അതായത് സഹോദരങ്ങൾക്കിടയിൽ ആരെങ്കിലും ഭിന്നത വിതച്ചാൽ, ഭാര്യയും ഭർത്താവും സ്നേഹമായിട്ട് ജീവിക്കുമ്പോൾ അമ്മയ്ക്കോ അപ്പനോ അമ്മായിമ്മയ്ക്കോ അമ്മായിപ്പനോ സഹിക്കാൻ പറ്റാതെ ഭിന്നത വിതയ്ക്കുന്ന അനേകം 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 കുടുംബങ്ങളെ ഞാൻ ഈ നാളുകളിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഇവർ തമ്മിൽ സമാധാനമായിട്ട് ജീവിക്കാൻ പാടില്ല. അതിന് എന്തെങ്കിലും ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കുക. ഒരു ചെറിയ കാര്യമായിരിക്കും വീട്ടിൽ നടന്നത്, അതിനെ പെരുപ്പിച്ച് പറയുക, അതിനെ വലുതാക്കി അവതരിപ്പിക്കുക, അതിനെ കുറച്ച് വൈകാരിക ഭാവങ്ങളുടെ അകമ്പടി കൂടി മസാല കൂടെ ചേർക്കുക. ഹൃദയം തകർന്ന് എൻ്റെ മോനെ എന്നോട് ഇങ്ങനെ ചെയ്തു, എൻ്റെ മോളെ എന്നോട് ഇങ്ങനെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന മനുഷ്യരെ ഇഷ്ടം പോലെ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. ഭക്തരുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ, ശുശ്രൂഷകരുടെ ഇടയിൽ, സുവിശേഷകരുടെ ഇടയിൽ എല്ലാം ഇഷ്ടം പോലെ ഇതുപോലുള്ള ജീവികളുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. വഴക്കുണ്ടാക്കാൻ ഒരുങ്ങിക്കെട്ടി നടക്കുന്നവർ, നല്ല സ്നേഹത്തിൽ കഴിയുന്ന മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നവർ, സമാധാനത്തോടെ കഴിയുന്ന കുടുംബങ്ങളെ തകർക്കുന്നവർ, സമാധാനത്തോടെ കഴിയുന്ന ഒരു ആരാധനാ സമൂഹത്തിൽ ഒരു ഇടവകയെ തകർക്കുന്നവർ, സമാധാനത്തോടെ ജീവിക്കുന്ന വൈദികരെ ഭിന്നിപ്പിക്കുന്നവർ, സമാധാനത്തോടെ ജീവിക്കുന്ന സന്യസ്തരെ ഭിന്നിപ്പിക്കുന്നവർ, സുവിശേഷകരെ ഭിന്നിപ്പിക്കുന്നവർ, ദൈവവേല ചെയ്യുന്നവരെ തമ്മിലടിപ്പിക്കുന്നവർ, കുടുംബങ്ങളെ തമ്മിലടിപ്പിക്കുന്നവർ. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കാതു തുറന്ന് കേട്ടുകൊള്ളുക. ദൈവം ഇത് വെറുക്കുന്നു. ദൈവം ഇത് വെറുക്കുന്നു. ദൈവം ഇത് വെറുക്കുന്നു. കർത്താവിന് ഇതിനോട് ഒത്തുതീർപ്പില്ല. നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, നിങ്ങൾ എത്ര ആത്മീയ അഭിവൃദ്ധിയുടെ പരമപദം കയറിയവർ, 18-ാം പടി കയറിയവരാണെങ്കിലും, പരമപദം കയറിയവരാണെങ്കിലും ദൈവം ഇത് വെറുക്കുന്നു. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയാ. തമ്മിലടിപ്പിക്കുന്ന മനുഷ്യര്, ഭിന്നത വിതയ്ക്കുന്ന മനുഷ്യര്, സഹോദരങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന മനുഷ്യര്. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാധാരണ മനുഷ്യന്റെ മനസ്സിൽ സംശയം ഉണ്ടാക്കുന്ന മനുഷ്യര്, കാര്യങ്ങളെ വളച്ചൊടിച്ച് അവതരിപ്പിച്ച് മനുഷ്യനെ തമ്മിൽ തെറ്റിക്കുന്ന മനുഷ്യര്, ദൈവം ഇത് വെറുക്കുന്നു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 19-ാമത്തെ വാക്യം,
അസത്യം പറഞ്ഞു കൂട്ടുന്ന കള്ളസാക്ഷി, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. ഒന്നും അറിയാത്ത മനുഷ്യരെ ഓരോന്ന് പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്നവർ, വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നവർ, സത്യമറിയാതെ പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവർ, കാര്യമറിയാതെ പലരുടെയും പേരിൽ പലതും ചാർത്തി കൊടുക്കുന്ന മനുഷ്യർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഇത് വെറുക്കുന്നു എന്ന് നിങ്ങൾ ഈ രാത്രിയിൽ അറിഞ്ഞുകൊള്ളുവിൻ. അങ്ങനെ ഈ ഭിന്നതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി എഴുതിയ ഒരു ഗ്രന്ഥമുണ്ട് ബൈബിളിൽ. പ്രധാനമായും ഭിന്നതയുണ്ടെന്നറിഞ്ഞപ്പോൾ എഴുതിയ ഒരു തിരുവെഴുത്തുണ്ട് ബൈബിളിൽ. അത് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനമാണ്. കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ്ലീഹ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ ഭിന്നതയെക്കുറിച്ചാണ്. നമുക്കതിലേക്ക് പോവാം. അത് നമ്മളെ വിലപ്പെട്ട അനേകം പാഠങ്ങൾ പഠിപ്പിക്കും. നിങ്ങൾ ബൈബിൾ എടുത്ത് ബുക്കും പേനയൊക്കെ എടുത്ത് ഒരുങ്ങിയിരിക്കണം. നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൊരിന്തോസിലെ സഭയ്ക്ക് പൗലോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം. സത്യം പറഞ്ഞാൽ പൗലോസ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എത്ര ലേഖനം എഴുതിയിട്ടുണ്ടെന്ന് അറിയാമോ? 4 ലേഖനം എഴുതിയിട്ടുണ്ട്. നമുക്ക് 2 കിട്ടിയിട്ടുള്ളൂ, 2 കിട്ടിയിട്ടില്ല. മൊത്തം 4 ലേഖനമാണ് എഴുതിയത്. അതിൽ നമുക്ക് കിട്ടിയതിൽ 1-ാമത്തേത്. സത്യത്തിൽ ഇത് 2-ാമത്തെ ലേഖനമാണെന്നാണ് പറയുന്നത്. നമ്മൾ 1 പറയുന്നത് 2-ാമത്തേന്ന് പറയുന്നത്. ഓക്കെ, എന്തോ ആവട്ടെ, നമുക്ക് കിട്ടിയിരിക്കുന്ന 2 ലേഖനത്തിൽ 1-ാമത്തെ ലേഖനം. അതിനകത്ത് പൗലോസ്ലീഹ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കത് ആദ്യം മുതലൊന്ന് വായിച്ചു പോകാം. യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായി ദൈവഹിതാനുസരണം വിളിക്കപ്പെട്ട പൗലോസും സഹോദരൻ സൊസ്തെനസും കൊരിന്തോസിലെ ദൈവത്തിൻ്റെ സഭയ്ക്ക് എഴുതുന്നത്, യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. കൃപയും സമാധാനവും. കണ്ടോ, സമാധാനം, കൃപയും സമാധാനവും. ഒരു വാക്ക് എന്നെ ഒരു പ്രത്യേകം ആകർഷിച്ചിട്ടുണ്ട് ഇവിടെ. യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും എന്ന് പറഞ്ഞേ. യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും. എന്താ ഒന്നുകൂടെ പറഞ്ഞേ? യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും. അതെ, യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടു. അപ്പം നമ്മൾ വിശുദ്ധരായത് ആരിലാണ്? യേശുവിൽ. ഇൻ ക്രൈസ്റ്റ്, എൻ ക്രിസ്റ്റോ, ഇൻ ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിലാണ് നമ്മൾ വിശുദ്ധരായത്. നമ്മളിൽ തന്നെയല്ല, നമ്മൾ എന്ന് ക്രിസ്തുവിലായിരിക്കുന്നോ അപ്പോഴാണ് നമ്മൾ വിശുദ്ധരാവുന്നത്. യേശുക്രിസ്തുവിൽ, യേശുക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും. ഇനി ഞാൻ യേശുക്രിസ്തുവിൽ വിശുദ്ധിയായി ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിക്കാതെ വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും എന്ന് പറഞ്ഞാൽ വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഓരോരുത്തരും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി പൂർവാധികം ഭക്തിയോടും വിറയലോടും കൂടെ അധ്വാനിക്കട്ടെ. വിശുദ്ധരായെന്ന് പറഞ്ഞിരിക്കാതെ അനുനിമിഷം വിശുദ്ധിയിൽ വളരാനുള്ള കടമ. അതാണ് ഈ പറഞ്ഞത്, വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും. അവരൊക്കെയാണ് എഴുതുന്നത്. യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവകൃപയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാ വിധത്തിലും, പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. കേരള സഭയെക്കുറിച്ച് ഇത് പറയാം. വചനത്തിലും വിജ്ഞാനത്തിലും ഇത്രയും സമ്പന്നരാക്കപ്പെട്ട മറ്റ് സഭ അധികമില്ല. ക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പിക്കപ്പെട്ടതിൻ്റെ ഫലമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയ ദാനത്തിൻ്റെയും കുറവില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഇനി കേട്ടെ, വിഷയത്തിലേക്ക് വരാൻ പോവാണ്. ഇത് ആമുഖമാണ്. 1-ാം അധ്യായം 1 മുതൽ 9 വരെ ആമുഖം, സല്യൂട്ടേഷൻ, ഗ്രീറ്റിംഗ്, അഭിവാദനങ്ങൾ. അത് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും
ഏക മനസ്സോടും ഏകാഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കണ്ടോ, വിഷയം എടുത്തിടാൻ പോവാണ്. വിഷയം എന്താണ്? സഹോദരങ്ങളെ, നിങ്ങൾക്ക് ക്രിസ്തുവിൽ ജന്മം നൽകിയ ആത്മീയ പിതാവായ ഞാൻ കോരിന്തോസിലെ എൻ്റെ മക്കളായി നിങ്ങളോട് പറയുകയാണ്, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ മക്കളെ, നിങ്ങളെല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ പെരുമാറണം. കണ്ടോ, വിഷയം എടുത്തിട്ടു. ഒരു മനസ്സായിരിക്കണം. ആദിമസഭയ്ക്ക് ഒരു മനസ്സായിരുന്നു. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 1-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, അവരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. ഒറ്റക്കെട്ടായിരുന്നു. ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 6-ാം വാക്യം. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു. എപ്പോഴാണ് ചോദിച്ചത്? ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ. 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഇവർ ഏക മനസ്സോടെ, എന്ത് മനസ്സോടെ? ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഏക മനസ്സോടെ. അടുത്തത് 2-ാം അധ്യായം 1-ാം വാക്യം. പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കണ്ടോ, ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. അടുത്തത് 2-ാം അധ്യായം 14-ാം വാക്യം. എന്നാൽ പത്രോസ് മറ്റ് 11 പേരോടും ഒപ്പം എഴുന്നേറ്റ് നിന്ന്. കണ്ടോ, കൂട്ടായ്മ. 11 പേരോടും ഒപ്പം. ഇനി 2-ാം അധ്യായം 43. എല്ലാവരിലും ഭീതിയുളവായി അപ്പസ്തോലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവരെല്ലാവരും ഒറ്റ സമൂഹമാവുകയും. എന്ത് സമൂഹം? ഒറ്റ സമൂഹം. കണ്ടോ, ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. 2:46 അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും. കണ്ടോ, ഏക മനസ്സോടെ. അടുത്തത് 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഈ ഏക മനസ്സോടെ അവരെ സൻഹദ്രീൻ സംഘം ഭീഷണിപ്പെടുത്തിയിട്ട് വിട്ടയക്കുകയാണ്. 4-ാം അധ്യായത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 23. മോചിതരായ അവർ സ്വന്തം സമൂഹത്തിലെത്തി പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. കണ്ടോ, ഈ വാക്ക് ആവർത്തിച്ച് വരുന്ന കണ്ടോ. ആദിമസഭ ഒറ്റക്കെട്ടായിരുന്നു. ഇനി 4-ാം അധ്യായം 32-ാമത്തെ വാക്യം. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവുമായിരുന്നു. ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമോ? വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയം ഒരാത്മാവും ആയിരുന്നു. പല തട്ടിൽ കഴിയുന്ന വിശ്വാസികളെ, പല തട്ടിൽ കഴിയുന്ന സഭാ സമൂഹങ്ങളെ, പല തട്ടിൽ കഴിയുന്ന രൂപതകളെ നിങ്ങൾക്കിത് കാതു തുറന്ന് കേൾക്കാൻ പറ്റുമോ? വിശ്വാസികളുടെ സമൂഹം ഒരു മനസ്സും ഒരു ഹൃദയവും ഉള്ളവരായിരുന്നു. ഒരു ഹൃദയവും ഒരാത്മാവും ഉള്ളവരായിരുന്നു. ഒറ്റക്കെട്ട്. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. ഇത് ഞങ്ങളുടെ സ്കൂളാണ്, ഇത് ഞങ്ങളുടെ ആശുപത്രിയാണ്, ഇത് ഞങ്ങളുടെ ഗവൺമെൻറ്റാണ്, ഇത് ഞങ്ങളുടേതാണ്, ഇത് നിങ്ങളുടേതാണ്, ഇത് ഞങ്ങളുടേതാണ്. ഇങ്ങനൊരു അഭിപ്രായം സഭയ്ക്കുണ്ടായിരുന്നില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒറ്റക്കെട്ടായിരുന്നു. ഒറ്റക്കെട്ട്. അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. പിച്ചക്കാരെ പോലെ, ആത്മീയ കാര്യത്തിൽ പിച്ചക്കാരെ പോലെ, കൃപാവരമില്ലാത്തവരായിട്ട് ഈ നാളുകളിൽ സഭ നമ്മൾ മാറിയത് എങ്ങനെയാണ്? നമ്മളിൽ ഐക്യം എന്ന് പറയുന്ന ആ കൃപാവരം ഇല്ലാതെ പോയെടുത്താണ് നമ്മൾ പിച്ചക്കാരെ പോലായത്. അഞ്ചാം അധ്യായത്തിലേക്ക് വന്നാലോ? 5-ാം അധ്യായം 5:12. അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏക മനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. ഒറ്റക്കെട്ട്. യുണൈറ്റഡ് ഇൻ വൺ ഹാർട്ട്, യുണൈറ്റഡ് ഇൻ വൺ സ്പിരിറ്റ്, യുണൈറ്റഡ് അൺഡിവൈഡഡ്. ഏക മനസ്സ്.
കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പൊ സഭ ഒറ്റക്കെട്ടായിരുന്നു. അതാണ് അവരിൽ ഹൈ ഇലക്ട്രിസിറ്റി, ഭയങ്കര പവർ, ഇറങ്ങി ചെല്ലുന്നിടത്തല്ല അത്ഭുതം. കാരണം എന്താണ്? അവരൊറ്റക്കെട്ടായിരുന്നു. അവരാത്മാവിൽ ഏകമനസ്സോടെ ഒറ്റ കൂട്ടായ്മയിൽ ജീവിച്ചവരായിരുന്നു. ഒന്ന് വെച്ചത് പറഞ്ഞേ ഹല്ലേലൂയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇനി ഈ കൊറിന്തോസ് ലേഖനത്തിൽ നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എങ്കിലും ഞാൻ ഈ ഭാഗം വായിച്ചത് കൊണ്ട് ഇതൊരു വചന പഠനം കൂടിയാണല്ലോ, അതുകൊണ്ട് ചില കാര്യങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിക്കുക. 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കാമോ? 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്തിനാണ് ദൈവം വിളിച്ചത്? എന്തിനാണ് ദൈവം വിളിച്ചതെന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നിന്നെ എന്തിനാണ് ദൈവം വിളിച്ചത്? നിനക്ക് എന്തിനാണ് ദൈവം മാമോദീസ തന്ന് തിരുസഭയിൽ അംഗമാക്കിയത്? എന്തിനാണ് എന്നെ ഒരു അച്ഛനാൻ വിളിച്ചത്? എന്തിനാണ് സിസ്റ്ററിനെ ഒരു സിസ്റ്ററാൻ വിളിച്ചത്? എന്തിനാണ് ബ്രദറെ ദൈവവേലയ്ക്ക് സഹോദരനെ വിളിച്ചത്? എന്തിനാണ് ചേട്ടാ ഒരു കുടുംബജീവിതത്തിലേക്ക് കർത്താവ് നിന്നെ വിളിച്ചത്? എന്തിനാണ് വിളിച്ചത്? എല്ലാ വിളികൾക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ. എല്ലാ സഭകൾക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ. എല്ലാ റീത്തുകൾക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ. എല്ലാ കൂട്ടായ്മകൾക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ. എല്ലാ മിനിസ്ട്രികൾക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ. എല്ലാ ദൈവവേലക്കാർക്കും ഒറ്റ ലക്ഷ്യമുള്ളൂ. എന്താണ് ലക്ഷ്യം? തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവുമായിട്ടുള്ള സഹവാസം, കൂട്ടായ്മ. ക്രിസ്തുവിനോട് ഒന്നായി ചേരുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ഏക ലക്ഷ്യം. ഏക ലക്ഷ്യം. ഒരു സഭയ്ക്കും ആ സഭയുടേതായ പ്രത്യേക ലക്ഷ്യമില്ല. ഒറ്റ ലക്ഷ്യമുള്ളൂ, യേശുക്രിസ്തുവിനോട് ഒന്നായിട്ട് തീരാൻ. സ്വന്തം ജീവിതത്തിൽ പറ്റുക, ബാക്കിയുള്ളവരെ സഹായിക്കുക. യേശുക്രിസ്തുവിനോട് ഒന്നായിട്ട് മാറുക. അപ്പൊ ക്രിസ്തുവാണ് ലക്ഷ്യം. ഈ ക്രിസ്തു ലക്ഷ്യമായാൽ ഭിന്നതകളില്ലാതാവും. ക്രിസ്തുവിന് താഴെ എന്ത് ലക്ഷ്യമായാലും അവിടെ വഴക്കുണ്ടാവും. എനിക്ക് എൻ്റെ മിനിസ്ട്രിയാണ് വലുതെങ്കിൽ ഞാനും വേറൊരു മിനിസ്ട്രിയും തമ്മിൽ ചേരില്ല. കാരണം എന്താണ്? ക്രിസ്തു വന്നിട്ടില്ല. എനിക്ക് എൻ്റെ മിനിസ്ട്രി, എനിക്ക് എൻ്റെ സ്കൂള്, എനിക്ക് എൻ്റെ ആശുപത്രി, എനിക്ക് എൻ്റെ പള്ളി, എനിക്ക് എൻ്റെ രൂപത, എനിക്ക് എൻ്റെ ആരാധന, എനിക്ക് എൻ്റെ രീതി, സകലയിടത്തും ഭിന്നത. ഭിന്നത എവിടെ ഇല്ലാതാവും? ഭിന്നത ഇല്ലാതാകണമെങ്കിൽ 1-ാം സ്ഥാനത്ത് ക്രിസ്തു മാത്രമേ വരാവൂ. അങ്ങനാണെങ്കിൽ ക്രിസ്തു ഉള്ള എല്ലാവരുമായും നിങ്ങൾക്ക് ഒറ്റക്കെട്ടായിട്ട് ജീവിക്കാൻ പറ്റും. ഉച്ചത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക്. അപ്പൊ അതുകൊണ്ട് അപ്പസ്തോലന്മാരുണ്ടല്ലോ, അവർ യേശുവിനെ കുറിച്ച് മാത്രമേ പറയത്തുള്ളായിരുന്നു. നമ്മൾ നമ്മൾ യേശുവിനെ കുറിച്ചല്ലാതെ ബാക്കിയെല്ലാം പറയുന്ന അവസ്ഥയിലായി. യേശുവിനെ കുറിച്ച് മാത്രമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ആരോടും ഭിന്നത ഉണ്ടാവില്ല. അവർ യേശുവിനെ കുറിച്ച് മാത്രമേ പറയുമ്പോൾ വേറെ ആരെക്കുറിച്ച് ഒന്നിനെ കുറിച്ച് അവർ പറയുന്നില്ല. അവർക്ക് വേറെ ഒന്നും പറയാനില്ല. അവർക്ക് ക്രിസ്തുവിലൂടെ വന്ന രക്ഷയെക്കുറിച്ചല്ലാതെ മറ്റൊന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല. പിന്നെന്ത് തർക്കം? ഒരു തർക്കമില്ല. കാരണം എന്താണ്? അവർ യേശുവിലൂടെ വന്ന രക്ഷയെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണാതെ, 2-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വാക്യം, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. ഫിലിപ്പി ലേഖനത്തിൽ പിന്നെ കാണുന്നുണ്ട് നമ്മൾ, പൗലോസ്ലീഹയൊക്കെ സത്യം പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ യേശു മാത്രം ഉണ്ടായിരുന്നില്ല. യേശു മാത്രം. 3-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ എനിക്ക് ശരീരത്തിലും പ്രത്യാശ വെക്കാൻ കഴിയും. ശരീരത്തിൽ പ്രത്യാശയുണ്ടെന്ന് വിചാരിക്കുന്ന ആരെയേക്കാൾ കൂടുതലായി അതിനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം 8-ാം ദിവസം പരിച്ഛേദനം ചെയ്യപ്പെട്ടവനാണ് ഞാൻ. ഇസ്രായേൽ വംശത്തിലും ബെഞ്ചമിൻ ഗോത്രത്തിലും പിറന്നവൻ, ഹെബ്രായരിൽ നിന്ന് ജനിച്ച ഹെബ്രായൻ, നിയമപ്രകാരം പരിസയൻ, തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ, നീതിയുടെ കാര്യത്തിൽ നിയമത്തിന് മുമ്പിൽ കുറ്റമില്ലാത്തവൻ. എന്നാൽ എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം ഇവയേക്കാളെല്ലാം കൂടുതൽ വിലയുള്ളതായിട്ട് ഞാൻ കണ്ടതിനാൽ
സർവ്വതും, ഞാൻ നേരത്തെ പറഞ്ഞ സർവ്വതും നഷ്ടമായിട്ട് ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി, ആരെ പ്രതി? യേശുവിനെ പ്രതി ഞാൻ സകലതും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അടുത്ത വാക്യം ശ്രദ്ധിക്കുക. ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ. ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോസ്തലന്മാർക്ക്, യേശുവിനോടുകൂടെ ഒന്നായി കാണപ്പെടുക. എനിക്കൊരു ലക്ഷ്യമേ ഉണ്ടാകാവൂ, നിനക്കൊരു ലക്ഷ്യമേ ഉണ്ടാകാവൂ. ഈ കുടുംബത്തിന്, ഈ ഇടവകയ്ക്ക്, ഈ രൂപതയ്ക്ക്, ഈ സഭയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടാകാവൂ. ക്രിസ്തുവിനെ നേടണം, അവനോടുകൂടെ ഒന്നായി കാണപ്പെടണം. ഈ ലോകത്തിൽ നമുക്ക് മറ്റൊരു ലക്ഷ്യമില്ല. വേറെ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഇവിടെ ഉണ്ടായാൽ നമ്മൾ അടിച്ച് പിരിഞ്ഞ് നശിക്കും. എനിക്ക് നിനക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എന്താണ് നിൻ്റെ ലക്ഷ്യം? ക്രിസ്തുവിനെ നേടുക, ക്രിസ്തുവിനോടുകൂടെ ഒന്നായി കാണപ്പെടുക. എന്താണ് എൻ്റെ ലക്ഷ്യം? ക്രിസ്തുവിനെ നേടുക, ക്രിസ്തുവിനോടുകൂടെ ഒന്നായി കാണപ്പെടുക. അപ്പം നീ പറയുന്നൊരു കാര്യം എനിക്ക് യോജിക്കാൻ പറ്റാത്തതാണെങ്കിലും ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ എൻ്റെ വാ പൂട്ടും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ പൗലോസ്ലീഹ ഈ ഭിന്നത എന്ന് പറയുന്നൊരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി അദ്ദേഹം എഴുതിയ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാനാണ് പ്രധാനമായും അദ്ദേഹം ഈ ആദ്യത്തെ അധ്യായങ്ങൾ മുഴുവൻ, ഈ 1 കൊരിന്തോസിൻ്റെ 1, 2, 3, 4 അധ്യായങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കപ്പോൾ അതിലേക്ക് കിടക്കാം. 10-ാമത്തെ വാക്യം, 1 കൊരിന്തോസ് 1:10. അദ്ദേഹം പറയുകയാണ്, സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏകമനസ്സോടും ഏകാഭിപ്രായത്തോടും കൂടെ വർദ്ധിക്കണമെന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. 11-ാമത്തെ വാക്യം, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ക്ലോയയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു. ക്ലോയ എന്ന് പറഞ്ഞ ഒരു സഹോദരിയുടെ റിലേറ്റീവ്സ് പൗലോസ്ലീഹ അടുത്ത് എന്ന് പറഞ്ഞു, കൊരിന്തോസ് സഭയിൽ ഭയങ്കര വഴക്കാണ്. അദ്ദേഹം പറയാണ്, ക്ലോയയുടെ ബന്ധുക്കൾ എന്നെ അറിയിച്ചിരിക്കുന്നു. എന്താ അറിയിച്ചിരിക്കുന്നത്? സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ നല്ല ഭിന്നതയുണ്ട്. ഇനി 12-ാമത്തെ വാക്യത്തിൽ പറയണേ, എന്താണ് കൊരിന്തോസ് സഭയിൽ ഉണ്ടായിരുന്ന ഭിന്നത? 12-ാമത്തെ വാക്യം, ഞാൻ പൗലോസിൻ്റേതാണ്. കണ്ടോ ഭിന്നത എന്താ? ഞാൻ പൗലോസിൻ്റേതാണ്, ഞാൻ അപ്പോളോസിൻ്റേതാണ്, ഞാൻ കേപ്പായുടേതാണ്, ഞാൻ ക്രിസ്തുവിൻ്റേതാണ്. ഗ്രൂപ്പാണ്, ഗ്രൂപ്പ്. ഞാൻ പൗലോസിൻ്റേതാണ്, ഞാൻ അപ്പോളോസിൻ്റേതാണ്, ഞാൻ പത്രോസിൻ്റെ ആളാണ്. ഗ്രൂപ്പ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ മലങ്കരയാണ്, ഞാൻ സീറോ മലബാറാണ്, ഞാൻ ലത്തീനാണ്, ഞാൻ CSI ആണ്, ഞാൻ മർത്തോമയാണ്, ഞാൻ ഓർത്തഡോക്സ് ആണ്, ഞാൻ യാക്കോബയാണ്. തമ്മിലടിക്കാൻ നല്ല കാറ്റഗറികൾ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. ഇതൊന്നും തമ്മിലടിക്കാൻ വേണ്ടി ഉണ്ടായ കാറ്റഗറികളല്ല. ഇതെല്ലാം ക്രിസ്തുവിൽ നമ്മൾ ഒന്നാകുന്നതിന് വേണ്ടി ദൈവം സ്ഥാപിച്ച സംവിധാനങ്ങളാണ്. ഈ ഓരോ വിഭജനങ്ങളും, ഓരോ റീത്തും, ഓരോ ആരാധനക്രമവും, ഓരോ സഭയും, ഓരോ കോൺഗ്രിഗേഷനും, ഓരോ മിനിസ്ട്രിയും ക്രിസ്തുവിൽ നമ്മൾ ഒന്നാകാൻ ദൈവം തിരഞ്ഞെടുത്ത സംവിധാനങ്ങളാണ്. ഞാൻ പൗലോസിൻ്റേതാണ്, ഞാൻ അപ്പോളോസിൻ്റേതാണ്, ഞാൻ കേപ്പായുടേതാണ്. പതിമൂന്നാമത്തെ വാക്യം, ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നുവോ? നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത് പൗലോസാണോ? പൗലോസിന്റെ നാമത്തിലാണോ നിങ്ങൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? കണ്ടോ, ഈ വിഷയം ചർച്ച ചെയ്യണേ. ഭിന്നത നമുക്കിടയിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ആഴത്തിൽ ഭിന്നതയുണ്ട്. നമുക്കിടയിൽ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, നമുക്കിടയിൽ ഞാൻ പറഞ്ഞാൽ കേരള സഭയിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ആഴത്തിൽ ഭിന്നതയുണ്ട്. ഞാനൊരു സഭാ സമൂഹത്തെ മാത്രം പറയില്ല, കത്തോലിക്ക സഭ അത് മാത്രമല്ല ഞാൻ പറയുന്നത്. സഭകൾക്കിടയിലെ ഭിന്നത
സഭയ്ക്കകത്തെ ഭിന്നത, കുടുംബത്തിനകത്തെ ഭിന്നത, സമൂഹങ്ങൾക്കിടയിലെ ഭിന്നത, സമർപ്പണ ജീവിതത്തിനിടയിലെ ഭിന്നത, വൈദികർക്കിടയിലെ ഭിന്നത, അടിവേരറക്കപ്പെട്ട് തകർക്കപ്പെട്ട് മുച്ചൂടുമാന്തപ്പെട്ട് അടിത്തറ ഇളകപ്പെട്ട് അസ്ഥിവാരം ഇളക്കപ്പെട്ട് നമ്മൾ നശിക്കും മുമ്പ് ഇത് തിരിച്ചറിയുക. നമുക്കിടയിൽ ഈ ഭിന്നത വേരറുത്ത് സമാധാനം സ്ഥാപിക്കണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പൗലോസ് പറയാണ്, എന്താണ് ഈ ഭിന്നതയുടെ കാരണം? ഇനി അടുത്തത് 18 മുതൽ 1-ാം അധ്യായം മുഴുവൻ, 2-ാം അധ്യായം മുഴുവൻ, 3-ാം അധ്യായം മുഴുവൻ, 4-ാം അധ്യായം മുഴുവൻ ഈ ഭിന്നതയുടെ കാരണം എന്താണെന്ന് പൗലോസ് കണ്ടുപിടിക്കാൻ പോവാണ്. അത് മുഴുവൻ ഒറ്റ വാക്യത്തിൽ എനിക്ക് പറയാൻ പറ്റും, മുഴുവൻ ഞാൻ വായിക്കില്ല. ഒറ്റ വാക്യത്തിൽ എന്താണ് ഈ ഭിന്നതയുടെ കാരണം? ഈ ഭിന്നതയുടെ കാരണം പൗലോസ് പറയുകയാണ്, കുരിശിൻ്റെ വചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഈ ഭിന്നതയുടെ കാരണം. നമ്മൾ ഭിന്നിക്കാൻ കാരണം എന്താണ്? കുരിശിൻ്റെ വചനത്തെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ വിശദീകരിക്കാം, നിങ്ങൾ വിഷമിക്കേണ്ട, ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. കുരിശിൻ്റെ വചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഭിന്നതയുടെ കാരണം. അതുകൊണ്ടാണ് 18-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്വമാണ്. ഇനി കുരിശിനെ കുറിച്ച് പറയാൻ പോവാണ്. എന്തിനാ ഈ കുരിശിനെ കുറിച്ച്? കോണ്ടെക്സ്റ്റ് ഇതാണ്. ഈ ഭിന്നതയുടെ കാരണം എന്താണ്? വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ദിസ് ഡിവിഷൻ? The radical cause, the root cause is your ignorance regarding the gospel of the cross. യേശുവിൻ്റെ കുരിശിനെ സംബന്ധിച്ച അറിവില്ലായ്മ, കുരിശിൻ്റെ വചനത്തെ സംബന്ധിച്ച അറിവില്ലായ്മ, അതാണ് ഈ ഭിന്നതയുടെ കാരണം. 3-ാം അധ്യായത്തിലെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. സഹോദരരെ, 3-ാം അധ്യായം 1, സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. നിങ്ങൾ ആത്മീയ മനുഷ്യരായിട്ടില്ല. ജഡിക മനുഷ്യരോടെന്നതുപോലെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോടെന്നതുപോലെയുമാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ആത്മീയ മനുഷ്യരോട് എന്ന രീതിയിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയില്ല. ആത്മീയ മനുഷ്യരോടെന്നത് സംസാരിക്കാൻ പറ്റിയില്ല. നിങ്ങളോട് എങ്ങനെ സംസാരിച്ചത്? ജഡിക മനുഷ്യരോടെന്നതുപോലെയും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ സംബന്ധിച്ച അറിവില്ലാത്തവരെ പോലെയും അവരോടെന്ന രീതിയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാതിരുന്നതെല്ലാം നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു. ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ്. 3-ാമത്തെ വാക്യം നല്ല രസമുള്ള വാക്യമാണ്, ശ്രദ്ധിച്ച്. എന്തെന്നാൽ നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. കൊരിന്തോസിലെ സഭയോട് പൗലോസ് പറയുകയാണ്, എന്നോട് നിങ്ങളോടും പറയുകയാണ്, നമ്മളോട് ഇന്ന് പറയുകയാണ്, നിങ്ങളിപ്പോഴും കഴിഞ്ഞ 2000 വർഷത്തെ ക്രിസ്ത്യാനിറ്റിയുടെ പാരമ്പര്യത്തെക്കുറിച്ച് ആന്തരികമായി അഹങ്കരിക്കുമ്പോഴും നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെയാണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങളിപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമാണ്. നമ്മൾ എന്തോരം വർഷത്തെ പാരമ്പര്യം പറഞ്ഞാലും നമ്മുടെ ഇടയിൽ തർക്കവും കലഹവും നിലനിൽക്കുമ്പോൾ നമ്മൾ ജഡികരും സാധാരണക്കാരുമാണ്. ലൗകികരായതുകൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിൻ്റെ ആളാണ്, നിങ്ങളിൽ ചിലർ ഞാൻ അപ്പോളോസിൻ്റെ ആളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത്? ലൗകികരായതുകൊണ്ടല്ലേ നിങ്ങൾ ഇന്ന ആളാണ്, ഇന്ന ആളാണ്, ഇന്ന ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത്? നിറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, നിറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പം ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ? എന്താണ് ഈ ഭിന്നതയുടെ കാരണം? ഭിന്നതയുടെ കാരണം കുരിശിൻ്റെ വചനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ചോദ്യം, എന്താണ് ഈ കുരിശിൻ്റെ വചനം? അത് നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ ഏറ്റവും സഹായിക്കുന്നത് എഫേസോസ് ലേഖനത്തിലാണ്. കുരിശിൻ്റെ വചനം എന്താണ്? എഫേസോസ് ലേഖനം 2-ാം അധ്യായം, എഫേസോസ് ലേഖനം 2-ാം അധ്യായം 11 മുതൽ ഞാൻ വായിക്കുകയാണ്. എഫേസോസ് 2:11 മുതൽ. നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈകൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ
നിങ്ങളെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചിരുന്നത് ഓർക്കുക. അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരും ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന കാര്യം അനുസ്മരിക്കുക. എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. കുരിശിൻ്റെ വചനം എന്താണെന്ന് പൗലോസ് പറഞ്ഞു തരാൻ പോവാണ്. ശ്രദ്ധയോടെ കേൾക്കുക. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും, ഇരുകൂട്ടരെന്ന് പറഞ്ഞാൽ യഹൂദരെയും വിജാതീയരെയും, വിശ്വാസികളെ അവിശ്വാസികളെയും, ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യാനികളല്ലാത്തവരെയും, അല്ലെങ്കിൽ യേശു തിരഞ്ഞെടുക്കപ്പെട്ടവരെയും തിരഞ്ഞെടുക്കപ്പെടാത്തവരെയും അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. ക്രിസ്തു എങ്ങനെയാണ് എല്ലാ ശത്രുതയുടെയും മതിലുകൾ തകർത്തത്? എല്ലാ വിഭജനത്തിൻ്റെയും വേലിക്കെട്ടുകൾ തകർത്തത്? എല്ലാ ശത്രുതയുടെയും വിഭാഗീയതയുടെയും മതിൽക്കെട്ടുകൾ അവൻ തകർത്തതെങ്ങനാണ്? അതാണ് ഇനി പറയാൻ പോകുന്നത്. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. എന്ന് പറഞ്ഞാൽ അവൻ എല്ലാവർക്കും വേണ്ടി കുരിശിൽ മരിച്ചുകൊണ്ട് എല്ലാ വിഭജനത്തെയും കുരിശിൽ ഇല്ലാതാക്കി. കുരിശിലാണ് ഈ വിഭജനങ്ങൾ ഇല്ലാതായത്. കുരിശിൽ. ഈ കുരിശിൽ എങ്ങനെ വിഭജനം ഇല്ലാതാവുന്നത്? ഞാനും നീയും, ഞങ്ങളും നിങ്ങളും, ഈ വിഭജനം കുരിശിൽ എങ്ങനെയാണ് ഇല്ലാതാവുന്നത്? കുരിശിൽ അവൻ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തി. എങ്ങനെ ഒരുമിപ്പിച്ച് നിർത്തുന്നത് അറിയാമോ? കുരിശിൽ എങ്ങനെ ഒരുമിപ്പിച്ച് നിർത്തുന്നേ? അതായത് നിനക്ക് എന്നോട് പിണക്കമുണ്ട്, നീ എൻ്റെ ശത്രുവാണ് എന്ന് വിചാരിക്കാം. അപ്പം നീ എന്നെക്കുറിച്ച് കുറ്റങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കുരിശ് ഈ ശത്രുത ഇല്ലാതാക്കുന്നത്? നീ എന്നെക്കുറിച്ച് പറയുന്ന എല്ലാ പ്രയാസങ്ങളും, എല്ലാ വേദനകളും, എല്ലാ കുത്തുവാക്കുകളും ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിൻ്റെ കുരിശിനെ പ്രതി, ക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് ഞാൻ ഏറ്റെടുത്തിട്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കുരിശിൽ ശത്രുത ഇല്ലാതാകും. ഇപ്പം നീ ചിന്തിക്കുന്നുണ്ടോ? അതായത് നമ്മുടെ അയൽപ്പക്കത്തുള്ള ഏതെങ്കിലും ഒരു കുടുംബം നമ്മളെക്കുറിച്ച് കുറ്റം പറയുകയാണ്. നമുക്ക് അനുഭവങ്ങളില്ലേ? കുറ്റം പറയുകയാണ്. അങ്ങനെ കുറ്റം പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ വിഭജനായേ, ഞങ്ങൾ നിങ്ങളുമായേ, ശത്രുതായേ, നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെക്കുറിച്ച് അവർ പറയുന്ന സകല കുറ്റങ്ങളും സകല പ്രയാസങ്ങളും നമ്മൾ കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് കൊണ്ടുവച്ചിട്ട്, കർത്താവേ, അവർക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, ഞങ്ങൾ കൂടുതൽ ശുദ്ധീകരിക്കപ്പെടാൻ ഇത് ഞങ്ങളെ സഹായിക്കും, കർത്താവേ, അവരെ നിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണേ എന്ന് പറഞ്ഞ് കുരിശിലെ വേദനയോട് ഈ വേദന ചേർത്ത് വെച്ചാൽ കുരിശിൽ ശത്രുത ഇല്ലാതാവും. കുരിശിൽ മാത്രമേ ശത്രുത ഇല്ലാതാവൂ. ഈ കുരിശിൽ മരിച്ചാലേ ശത്രുത ഇല്ലാതാവൂ. അപ്പോൾ ഒരാൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ ആ കുറ്റം കേട്ട നമ്മൾ ഒന്നും തിരിച്ചു പറയാതെ കുരിശിൽ ഇത് സമർപ്പിക്കുമ്പോൾ കുരിശിൽ മരിച്ചവനെ പോലെ നമ്മളും കുരിശിൽ മരിക്കുകയാണ്. ആ മരണത്തിലൂടെ ശത്രുത ഇല്ലാതാവൂ. 14 മുതൽ ഒരിക്കൽ കൂടെ വായിക്കാൻ 2:14. കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ഇരുകൂട്ടരെ അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരുകൂട്ടരുടെയും സ്ഥാനത്തൊരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാനും കുരിശ് വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്.
വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ അവനിലൂടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതേ, എല്ലാ വിഭജനങ്ങളും ഇല്ലാതാവുന്നത് ക്രിസ്തു എന്ന് പറയുന്ന ഏക വ്യക്തിയിൽ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തു മാത്രമാണ് ഒരാളുടെ ലക്ഷ്യമായിട്ട് മാറിയാൽ, ക്രിസ്തുവിനെ നേടുക എന്നുള്ളത് മാത്രമാണ് ഒരു വ്യക്തിയുടെ ലക്ഷ്യമായിട്ട് മാറുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് വിഭജനമില്ല, ഭിന്നതയില്ല. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിട്ട് മാറുകയാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ ഇത് കഴിയുമ്പോൾ പിന്നീട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും. ഈ കൊറിന്തോസ് ലേഖനത്തിൽ തന്നെ അദ്ദേഹം ശരീരത്തെ ഒരു ഉപമയായിട്ട് എടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വായിക്കാം. 1 കൊറിന്തോസ് 12 മുതൽ വചനം വായിക്കുമ്പോൾ ഒരു അഭിഷേകം കിട്ടും. നിങ്ങൾ ഒരുമിച്ച് വായിക്കണം എൻ്റെ കൂടെ. 1 കൊറിന്തോസ് 12 മുതൽ. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. ഒരു ശരീരമാണ് സഭ, ഒരു ശരീരമാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് നമ്മൾ. പക്ഷെ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഒറ്റ ശരീരമാണ്. ഇപ്പം അമേരിക്കയിലുള്ള യേശുവിനെ വിശ്വസിക്കുന്ന ആളും ആഫ്രിക്കയിലുള്ള യേശുവിനെ വിശ്വസിക്കുന്ന ആളും പിന്നെ ഈ യൂറോപ്പിലുള്ള യേശുവിനെ വിശ്വസിക്കുന്ന ആളും ഏഷ്യയിലുള്ള ആളും ഓസ്ട്രേലിയയിലുള്ള ആൾ, എല്ലാ ഭൂഖണ്ഡത്തിൽ യേശുവിനെ വിശ്വസിക്കുന്ന ആളുകളെല്ലാം ചേർന്ന് പല ശരീരങ്ങളല്ല, ഒറ്റ ശരീരമാണ്. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാനാണ് ജ്ഞാനസ്നാനമേറ്റത്. മാമോദീസ മുങ്ങിയ സകലരും പല ശരീരങ്ങളല്ല, ഒറ്റ ശരീരമാണ്. അത് ആരുടെ ശരീരമാണ്? ക്രിസ്തുവിൻ്റെ ശരീരം. ആ ശരീരത്തിൻ്റെ ശിരസാരാണ്? ക്രിസ്തുവാണ്. അപ്പം ഈ ശരീരത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ശിരസായ ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക. ഈ ശരീരത്തിന് ഓരോ അവയവത്തിനും ഓരോ അവയവത്തിനും ഞാൻ കേമനാവണം, ഞാൻ മിടുക്കനാവണം എന്ന ചിന്തയില്ല. എല്ലാ അവയവത്തിനും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഈ തലയെ അനുസരിക്കുക, ഈ ബ്രെയിൻ പറയുന്ന നിർദ്ദേശം അനുസരിക്കുക, ഈ തല പറയുന്ന പോലെ കേൾക്കുക. ക്രിസ്തു മാത്രമേ ഉള്ളൂ തല, ക്രിസ്തു മാത്രമേ ഉള്ളൂ ലക്ഷ്യം, ക്രിസ്തു മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ഹൃദയം മുഴുവൻ, അല്ലെ സഭയെ സംബന്ധിച്ച് ഹൃദയം മുഴുവൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഒറ്റ ശരീരമാകാനാണ് ജ്ഞാനസ്നാനമേറ്റത്. പല ശരീരമാവാനല്ല. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ മലയാളിയെന്നോ തമിഴനെന്നോ ഹിന്ദിക്കാരനെന്നോ ഇംഗ്ലീഷുകാരനെന്നോ ആഫ്രിക്കക്കാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെയാണ് നമ്മൾ കുടിച്ചത്. ഒറ്റ ശരീരമാകാനാണ് മാമോദീസ മുങ്ങിയത്. ഒറ്റ പരിശുദ്ധാത്മാവിനെയാണ് സകലരും കുടിച്ചത്. ഇത് നമ്മുടെ ഹൃദയത്തിനകത്തോട്ട് കയറിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഒറ്റ ശരീരം. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. ഒരവയവമല്ല, പലത് ചേർന്നതാണ് ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് ശരീരം മുഴുവൻ ഒറ്റ അവയവമാണോ? അല്ല, പല അവയവങ്ങൾ ചേർന്നാണ് ശരീരം, അല്ലേ? വിഭജനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പല വിഭജനങ്ങളുണ്ട്, പലതരത്തിലുണ്ട്. ഇപ്പോൾ ഓരോ വ്യത്യാസം അനുസരിച്ച് പല രാജ്യത്തുള്ള ആരാധനാ രീതികൾ വ്യത്യാസമുണ്ട്, പല ആരാധനാ ക്രമങ്ങളുണ്ട്, പല സഭാവിഭാഗങ്ങളുണ്ട്, പല അവയവങ്ങളാണ്. ഒരവയവമല്ല, പലത് ചേർന്നാണ് ശരീരം. ഞാൻ കൈ അല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് കാല് പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലെന്ന് വരുമോ? ഞാൻ കണ്ണല്ലാത്തതിനാൽ ശരീരത്തിൻ്റെ ഭാഗമല്ല എന്ന് ചെവി പറഞ്ഞാൽ അത് ശരീരത്തിൻ്റെ ഭാഗമല്ലെന്ന് വരുമോ? ശരീരം ഒരു കണ്ണ് മാത്രമായിരുന്നെങ്കിൽ ശ്രവണം സാധ്യമാവുമോ? ശരീരം ചെവി മാത്രമായിരുന്നെങ്കിൽ ഘ്രാണം സാധ്യമാകുമോ? ദൈവം സ്വന്തം ഇഷ്ടമനുസരിച്ച് ഓരോ അവയവവും ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നു. എല്ലാം കൂടെ ഒരു അവയവമായിരുന്നെങ്കിൽ ശരീരം എവിടെയാകുമായിരുന്നു? ഇപ്പോഴാകട്ടെ പല അവയവങ്ങളും ഒരു ശരീരവുമാണുള്ളത്.
കണ്ണിന് കൈയോട് എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമില്ല എന്നോ തലയ്ക്ക് കാലിനോട് എനിക്ക് നിന്നെ കൊണ്ട് ഉപയോഗമില്ല എന്നോ പറയുക സാധ്യമല്ല. മനസ്സിലായോ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് പാകിസ്ഥാനിൽ ക്രിസ്ത്യാനിക്ക് ഒരു വേദന ഉണ്ടാകുമ്പോൾ കേരളത്തിലിരിക്കുന്ന നിന്റെ ഹൃദയം ഭാരപ്പെടുന്നില്ലെങ്കിൽ നിനക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. ക്രിസ്തുവിൽ നീ ഒന്നല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരവയവം അല്ലെന്നാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ശരീരം അല്ലെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ശരീരമായി നമ്മൾ അതിനെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ല. അതെൻ്റെ പ്രശ്നമല്ലല്ലോ, അവിടെ അതെൻ്റെ പ്രശ്നമല്ലല്ലോ, അതെൻ്റെ സഭയുടെ പ്രശ്നമല്ലല്ലോ, അതെൻ്റെ കൂട്ടായ്മയുടെ പ്രശ്നം, എൻ്റെ മിനിസ്ട്രിയുടെ പ്രശ്നമല്ലല്ലോ, എൻ്റെ വീട്ടുകാരുടെ പ്രശ്നമല്ലല്ലോ. നമ്മുടെ അയൽപക്കത്ത് ഏതെങ്കിലും ഒരു കുടുംബം പട്ടിണി കിടക്കുമ്പോൾ അത് നമ്മുടെ വിഷയമല്ലല്ലോ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? നേരെ മറിച്ച് ദുർബലങ്ങളെന്ന് കരുതപ്പെടുന്ന അവയവങ്ങളാണ് കൂടുതൽ ആവശ്യമായിരിക്കുന്നത്. മാന്യങ്ങളെന്ന് കരുതപ്പെടുന്ന അവയവങ്ങൾക്ക് നമ്മൾ കൂടുതൽ മാന്യത കൽപ്പിക്കുകയും ഭംഗി കുറഞ്ഞവയെന്ന് കരുതപ്പെടുന്നവയെ കൂടുതൽ അലങ്കരിക്കുകയും ചെയ്യുന്നു. ഭംഗിയുള്ള അവയവങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ല. ദൈവമാകട്ടെ അപ്രധാനങ്ങളായ അവയവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിക്കത്തക്ക വിധം ശരീരം സംവിധാനം ചെയ്തിരിക്കുന്നു. അത് ശരീരത്തിൽ ഭിന്നിപ്പുണ്ടാകാതെ അവയവങ്ങൾ പരസ്പരം തുല്യ ശ്രദ്ധയോടെ വർത്തിക്കേണ്ടതിനാണ്. ഒരവയവം വേദന അനുഭവിക്കുമ്പോൾ എല്ലാ അവയവങ്ങളും വേദന അനുഭവിക്കുന്നു. ഒരവയവം പ്രശംസിക്കപ്പെടുമ്പോൾ എല്ലാ അവയവങ്ങളും സന്തോഷിക്കുന്നു. ഇതുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത്. എവിടെയെങ്കിലും ഒരിടത്ത് ആരെങ്കിലും വേദനിക്കുമ്പോൾ നമുക്ക് വേദനിക്കുന്നുണ്ടോ? ആരെങ്കിലും പ്രശംസിക്കപ്പെടുമ്പോൾ നമ്മൾ പ്രശംസിക്കപ്പെടുകയാണെന്നുള്ള ചിന്ത വരുന്നുണ്ടോ? എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അതിനെ തുറന്ന് ഹല്ലേലൂയാ. 27-ാമത്തെ വാക്യം, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ദൈവം സഭയിൽ 1-ാമത് അപ്പസ്തോലന്മാരെയും 2-ാമത് പ്രവാചകന്മാരെയും 3-ാമത് പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകർ, രോഗശാന്തി നൽകുന്നവർ, സഹായകർ, ഭരണകർത്താക്കൾ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവരെ നിയമിച്ചിരിക്കുന്നു. എല്ലാവരും അപ്പസ്തോലരോ, എല്ലാവരും പ്രവാചകരോ, എല്ലാവരും പ്രബോധകരോ, എല്ലാവരും അത്ഭുത പ്രവർത്തകരോ, എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ, എല്ലാവരും വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാലേ, ഇപ്പം എന്തെങ്കിലും ഒരു പ്രയാസം ഒരിടത്തുണ്ടാകുമ്പോൾ അത് മെത്രാൻ്റെ കാര്യമാണ്, അത് അച്ഛൻ്റെ കാര്യമാണ്, അത് വികാരി ജനറലിൻ്റെ കാര്യമാണ്, അത് ആ കോൺവെൻറ്റിൻ്റെ കാര്യമാണ്, അത് ആ കുടുംബത്തിൻ്റെ കാര്യമാണ്, അത് ആ റീത്തിൻ്റെ കാര്യമാണ്, അത് ആ സഭയുടെ കാര്യമാണ്. ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്ന്. എനിക്ക് നിങ്ങളോട് ഈ രാത്രിയിൽ പങ്കുവെക്കാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭിന്നത, ഈ ഹൃദയത്തിലെ ഐക്യമില്ലായ്മ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളെ നശിപ്പിച്ച് കളയും. കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ച് ക്രൈസ്തവരെണ്ണത്തിൽ നല്ല ശതമാനമുണ്ടെങ്കിലും നമ്മൾ സാമുദായികമായി ഒറ്റക്കെട്ടല്ലാത്തത് കൊണ്ട്, പല തട്ടിൽ ചിതറിക്കിടക്കുന്നത് കൊണ്ട് ആർക്കും നമ്മളെ ഉപദ്രവിക്കാം എന്ന അവസ്ഥയിലായി. അത് CSIക്കാരൻ്റെ പ്രശ്നമല്ലേ, അത് മർത്തോമക്കാരൻ്റെ പ്രശ്നമല്ലേ, അത് ഓർത്തഡോക്സുകാരൻ്റെ പ്രശ്നമല്ലേ, അത് യാക്കോബക്കാരൻ്റെ പ്രശ്നമല്ലേ, അത് സീറോ മലബാറുകാരൻ്റെ പ്രശ്നമല്ലേ, അത് ലത്തീൻകാരൻ്റെ പ്രശ്നമല്ലേ, അത് മലങ്കരക്കാരൻ്റെ പ്രശ്നമല്ലേ, അത് സുറിയാനിക്കാരൻ്റെ പ്രശ്നമല്ലേ, അത് നാനായക്കാരൻ്റെ പ്രശ്നമല്ലേ, അത് നാടാൻ്റെ പ്രശ്നമല്ലേ, ദളിതൻ്റെ പ്രശ്നമല്ലേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ആഴമുണ്ട് നമുക്കിടയിലെ ഭിന്നതയ്ക്ക്. അത് വീട്ടിലുമുണ്ട്, കുടുംബത്തിലുമുണ്ട്, സമൂഹത്തിലുമുണ്ട്, സഭയിലുമുണ്ട്. ഒരു സഭയ്ക്കകത്താണെങ്കിൽ രൂപതകൾ തമ്മിലുണ്ട്, വൈദികർക്കിടയിലുണ്ട്, സന്യസ്തർക്കിടയിലുണ്ട്. നമ്മൾ ഇതൊന്നും മറച്ചു വെച്ചിട്ടും ഒളിച്ചു വെച്ചിട്ടും കാര്യമില്ല. ഈ ഭിന്നത നമ്മളെ നശിപ്പിച്ച് കളയും. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്കൊരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, ഐക്യത്തിൻ്റെ ആത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ആദിമസഭയ്ക്ക് ശക്തി പകർന്നത് ഐക്യമാണ്. ആദിമസഭയെ ശക്തി കൊടുത്ത് നയിച്ചത് ഐക്യമാണ്. ഒറ്റക്കെട്ടായിരുന്നു, ഒറ്റക്കെട്ട്, ഏക മനസ്സ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വാക്കുകൊണ്ട് ഈ ഭിന്നത തകർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഈ ഈ ഈ ഐക്യം തകർക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഭിന്നത ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. എൻ്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന പല സംഗതികളിലൊന്ന്,
നിങ്ങൾ ആർക്കെങ്കിലും എതിരെ ഒരു വാട്സപ്പ് മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ എന്തിനാണത് ഫോർവേഡ് ചെയ്യുന്നത്? നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്തൂടെ? ആരെങ്കിലും ഏതെങ്കിലും ഒരു ബിഷപ്പിനെ കുറിച്ച്, ഏതെങ്കിലും ഒരു അച്ഛനെക്കുറിച്ച്, ഏതെങ്കിലും ഒരു ശുശ്രൂഷകനെക്കുറിച്ച്, ഏതെങ്കിലും ഒരു ദൈവമകനെക്കുറിച്ച്, എന്തെങ്കിലും ഒരു കാര്യം അറിയാത്ത മനുഷ്യർ, ഒരു കാര്യം അറിയാത്ത ഭിന്നത വിതയ്ക്കുന്ന ഈ വെറുക്കപ്പെട്ട മനുഷ്യർ, ഈ ദൈവം വെറുക്കുന്ന മനുഷ്യർ, ഒരു കാര്യമില്ലാതെ, ഒരടിസ്ഥാനം ഇല്ലാതെ, ഒന്നും അറിയാതെ ഓരോ ദിവസവും ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തുണ്ടാവുന്ന ഓരോ തോന്നലുകളിൽ നിന്ന് ഓരോന്ന് എഴുതി വിടുമ്പോൾ നിങ്ങൾ എന്തിനാണത് ഫോർവേഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ അങ്ങനെ ഒരു സന്ദേശം വന്നാൽ ഡിലീറ്റ് ചെയ്യാനുള്ള തൻ്റെ ഇടമില്ലേ? അത് അടുത്തൊരാളിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ഒരു മനസാക്ഷി നിങ്ങൾക്കില്ലേ? തിരുസഭയുടെ പ്രശ്നങ്ങളെ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളിലിട്ട് വിഴുപ്പലക്കാതിരിക്കാനുള്ള ആത്മീയ പക്വതയെങ്കിലും ഈ 2000 വർഷത്തെ പ്രാർത്ഥന കൊണ്ട് നമുക്കുണ്ടായില്ലേ? എന്ത് വേദപുസ്തകമാണ് നമ്മൾ വായിച്ചത്? എന്താണ് നമ്മൾ വായിച്ച സുവിശേഷം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് 2000 വർഷമായിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര സുവിശേഷകരാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങൾ ഭയങ്കര ഭക്തരാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അടിസ്ഥാനങ്ങൾ മുഴുവൻ ഇളകി കിടക്കുകയാണ്. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. വെറുതെ ഇരുന്ന് ഓരോ പ്രശ്നങ്ങളുണ്ടായി, വെറുതെ ഇരുന്ന് 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ആഹാരം എല്ലിനിടയ്ക്ക് കിടന്ന് കുത്തുന്ന മനുഷ്യരുണ്ട്. വെറുതെ ഇരുന്ന് ഓരോ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിനകത്ത് ഭാര്യയും ഭർത്താവിനെയും തമ്മിലടിപ്പിക്കുക, മക്കളെയും മാതാപിതാക്കളെയും തമ്മിലടിപ്പിക്കുക, അയൽപക്കക്കാരെ തമ്മിലടിപ്പിക്കുക, പ്രേയർ ഗ്രൂപ്പിനകത്ത് തമ്മിലടിപ്പിക്കുക. ഭിന്നത വിതയ്ക്കുന്നത് കർത്താവിന് വെറുപ്പാണ്. കണ്ണുകളടച്ച ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ, കർത്താവേ, ഒരൈക്യത്തിൻ്റെ ആത്മാവിനെ സഭയിലേക്ക് അയക്കണമേ. പല തട്ടുകളിലായിട്ട് ചിതറിക്കിടക്കുന്ന സഭാ സമൂഹങ്ങളെ ഒന്നിപ്പിക്കണമേ. കർത്താവേ, കൂട്ടായ്മയുടെ അഭിഷേകം തരണമേ. ആദിമസഭയ്ക്ക് ഉണ്ടായിരുന്നത് പോലെ കൂട്ടായ്മയുടെ അഭിഷേകം തരണമേ. ഒന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ചേ. ഹാലലുയ്യ 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 ഹാലലുയ്യ. യേശുവേ, നന്ദി 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 നന്ദി. ഹാലലുയ്യ 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 ഹാലലുയ്യ. യേശുവേ, ആരാധന ആരാധന ആരാധന. ആരാധിക്കാം, നമുക്കാരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം. മാലാഖമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. കരങ്ങളടിച്ച് ഉത്സാഹത്തോടെ എല്ലാം മറന്ന് പാടി കർത്താവിനെ ആരാധിക്കണം. നിങ്ങളിപ്പോൾ നിങ്ങളായിരിക്കുന്ന ഭവനങ്ങളിൽ, ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, കൂട്ടായ്മകളിലെല്ലാം ആയിരുന്നു എല്ലാം മറന്ന് നമ്മൾ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ദൈവമക്കൾ ഒരുമിച്ച് ഉത്സാഹത്തോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ സാന്നിധ്യം എല്ലായിടങ്ങളിലേക്കും ഇറങ്ങി വരും. വലിയ ഉത്സാഹത്തോടെ, വലിയ ദാഹത്തോടെ, ആഗ്രഹത്തോടെ പാടി ആരാധിച്ചേ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ.
ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. സകത്തോടെ ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കാം കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 കർത്താവ് തന്ന എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തെ ആരാധിക്കുകയാണ്. കർത്താവ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ജീവിച്ചിരിക്കാൻ ദൈവം അവകാശം തന്നു. ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ ദൈവം ഭാഗ്യം തന്നു. ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും കർത്താവിനെ ലക്ഷ്യം വെക്കാൻ ദൈവം കൃപ തന്നു. ഈശോയുടെ നാമത്തിൽ മാമോദീസ തന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ഇടയാക്കി. പരിശുദ്ധാത്മാവിനെ ഹൃദയങ്ങളിലേക്ക് വർഷിച്ചു. കർത്താവിനെ ധരിക്കാൻ ഇടയാക്കി. ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. പുതിയ ഉടമ്പടിയുടെ ഭാഗമാക്കി. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ ശരീരവും രക്തവും നമുക്ക് ദാനമായി നൽകി. ഒളിമങ്ങാത്തൊരു പ്രത്യാശ സ്വർഗത്തിലുണ്ടെന്നുള്ള ഉറപ്പ് തന്നു. ഈ ലോകത്തിലെ കഷ്ടതകൾ നിസ്സാരമാണ്, പക്ഷേ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വം വലുതാണെന്ന് പഠിപ്പിച്ചു തന്നു. കർത്താവെ, ലോകത്തെക്കാൾ വലുത് അങ്ങാണെന്ന് കാണിച്ചു തന്നു. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ പിതാവിനെ ആരാധിക്കാൻ ഭാഗ്യം തന്നു. ത്രിത്വൈക ദൈവത്തെ ദൈവമായി ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ, ആത്മാവിൽ ദൈവം വസിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ ആലയമായി മാറാൻ കർത്താവ് സഹായിച്ചു. ദൈവമേ, എത്ര വലിയ ഭാഗ്യമാണ്! കണ്ടാലും എത്ര വലിയ ഭാഗ്യമാണ് ദൈവം നമുക്ക് നൽകിയത്. നാം ദൈവ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. എല്ലാ സ്വർഗീയ വരങ്ങളെയും ദാനങ്ങളെയും ഓർത്ത് കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ ടിച്ച് പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കരപ്പോക്കി. പാവന നീണം തന്നു പാപത്തിൻ കരപ്പോക്കി. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനെ, ആരാധനയ്ക്ക് യോഗ്യനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ലോകത്തെ ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ തരിക എന്നുള്ളതാണ് ദൈവത്തിന് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ദാനം. മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നു. ദുഷ്ടരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് അവർ ചോദിക്കുന്നത് കൊടുക്കുമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പരിശുദ്ധാത്മാവിനെ ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവാണ്. നമുക്ക് ഈ ലോകത്ത് ദൈവം തന്ന ഏറ്റവും വലിയ സമ്മാനം പരിശുദ്ധാത്മാവാണ്. ഈശോയാണ്. ഈശോയുടെ നാമത്തിൽ ജീവിക്കാനുള്ള ഭാഗ്യമാണ്. കർത്താവേ, ഈ സമയത്ത് ആത്മാവിനെ തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആത്മാവിനെ തന്ന അവിടുത്തെ സ്നേഹത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു.
ശക്തമായിട്ട് കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൂട്ടായ്മകളിൽ ഈ സമയത്ത് ആത്മാവിന്റെ സാന്നിധ്യം നിറയണമേ. കുടുംബങ്ങളിൽ ഈ സമയത്ത് ആത്മാവിന്റെ സാന്നിധ്യം നിറയണമേ. കൂദാശകളിലൂടെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ ഞങ്ങളിൽ ജ്വലിക്കട്ടെ. കർത്താവേ, ഞങ്ങളിലുള്ള ആത്മാവിന്റെ സാന്നിധ്യം ഇപ്പോൾ കത്തിപ്പടരട്ടെ, ഞങ്ങളിൽ നിറയട്ടെ. ഞങ്ങളുടെ മനസാക്ഷിയിൽ, ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളിൽ, ഞങ്ങളുടെ മനസ്സിന്റെ അബോധ തലങ്ങളിൽ, ഉപബോധ മനസ്സിൽ, ഞങ്ങളുടെ ബോധ മനസ്സിൽ, ഞങ്ങളുടെ ഓർമ്മകളിൽ, ചിന്തകളിൽ, ഭാവനകളിൽ, വികാര വിചാരങ്ങളിൽ, ഞങ്ങളുടെ ശരീരത്തിൽ, മനസ്സിൽ ഇപ്പോൾ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ ആളിക്കത്തട്ടെ. ആത്മാവിന്റെ തീനാളങ്ങൾ ഞങ്ങളിൽ മഴ പോലെ പെയ്തിറങ്ങട്ടെ, അഭിഷേകം പെയ്തിറങ്ങട്ടെ, ശക്തി പെയ്തിറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് പാടിക്കേ. അഗ്നിയിലെന്നെ പുറകൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഒരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. പാടിക്കേ. അഗ്നിയിലെന്നെ പുറകൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഒരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. മുൾപടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ തീയായി മാറൂ പരിശുദ്ധാത്മാവേ. ഉൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ തീയായി മാറൂ പരിശുദ്ധ. ആവർത്തിച്ച് പാടിക്കേ. ഉൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ തീയായി മാറൂ പരിശുദ്ധ. ദാഹിച്ചൊരിക്കൽ കൂടെ പാടിക്കേ. ഉൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ തീയായി മാറും പരിശുദ്ധാത്മാവേ. അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ, വിശുദ്ധിയാലെ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ. അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ, വിശുദ്ധിയാലെ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ആത്മാവ് ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും വന്ന് നിറയട്ടെ.
ആത്മാവ് നമ്മുടെ ബിസിനസ്സിൽ നിറയട്ടെ. ആത്മാവ് നമ്മുടെ ദാമ്പത്യത്തിൽ നിറയട്ടെ. ആത്മാവ് പൗരോഹിത്യ ജീവിതത്തിൽ നിറയട്ടെ. ആത്മാവ് സന്യാസ ജീവിതത്തിൽ നിറയട്ടെ. ആത്മാവ് വൈദിക കൂട്ടായ്മയിൽ നിറയട്ടെ. ആത്മാവ് അഭിയുന്ന പിതാക്കന്മാരിൽ കത്തി ജ്വലിക്കട്ടെ. ആത്മാവ് തിരുസഭയുടെ എല്ലാ ശുശ്രൂഷകളിലും നിറയട്ടെ. നമ്മുടെ ആശുപത്രികൾ ആത്മാവിനാൽ നിറയട്ടെ. നമ്മുടെ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആത്മാവിനാൽ നിറയട്ടെ. നമ്മുടെ അഗതി മന്ദിരങ്ങൾ, അനാഥാലയങ്ങൾ ആത്മാവിനാൽ നിറയട്ടെ. സഭയുടെ എല്ലാ മിനിസ്ട്രികളും ആത്മാവിനാൽ നിറയട്ടെ. മിഷണറിമാർ ആത്മാവിനാൽ നിറയട്ടെ. കുഞ്ഞു മക്കൾ ആത്മാവിനാൽ നിറയട്ടെ. നമ്മുടെ വേദോപദേശ പരിശീലനങ്ങൾ, കാറ്റക്കിസം ആത്മാവ് കൊണ്ട് നിറയട്ടെ. നമ്മുടെ യുവജന സംഘടനകൾ ആത്മാവ് കൊണ്ട് നിറയട്ടെ. നമ്മുടെ കുടുംബ സമ്മേളനങ്ങൾ ആത്മാവ് കൊണ്ട് നിറയട്ടെ. സഭയുടെ എല്ലാ ശുശ്രൂഷ വേദികളിലും ആത്മാവിന്റെ തീജ്വാലകൾ കത്തിപ്പടരട്ടെ. ഒന്ന് ആഗ്രഹിച്ച് ഉച്ചത്തിൽ വിളിച്ച പരിശുദ്ധാത്മാവേ. കരങ്ങളടിച്ച് ദാഹിച്ച് പാടിക്കേ. ഇസ്രായേലിന് തണലായി മാറിയ പരിശുദ്ധാത്മാവേ, ജീവിതമരുവിൽ എന്നെ നയിക്കൂ പരിശുദ്ധാത്മാവേ. ഇസ്രായേലിന് തണലായി മാറിയ പരിശുദ്ധാത്മാവേ, ജീവിതമരുവിൽ എന്നെ നയിക്കൂ പരിശുദ്ധാത്മാവേ. ജീവജലം നീ പകരൂ പരിശുദ്ധാത്മാവേ, തളരാതെന്നെ നടത്തൂ പരിശുദ്ധാത്മാവേ. ജീവജലം നീ പകരൂ പരിശുദ്ധാത്മാവേ, തളരാതെന്നെ നടത്തൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We welcome you, Holy Spirit. 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 പരിശുദ്ധനേ, 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 പരിശുദ്ധനേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. We welcome you, Holy Spirit. We welcome you, Holy Spirit. We welcome you, Holy Spirit. ആത്മാവേ, ആത്മാവേ, ഇപ്പോൾ എല്ലാ മക്കളിലും നിറയണമേ ആത്മാവേ. പരിശുദ്ധാത്മാവേ, ജോർദാനിലെ ജലത്തിൽ ഈശോ സ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറന്ന് പ്രാവായി ഇറങ്ങി വന്ന പരിശുദ്ധനേ, സഖിയോൻ മാളികയുടെ അടച്ചിട്ട മുറികളിൽ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊടുങ്കാറ്റ് പോലെ വീശി അടിച്ച പരിശുദ്ധനെ, സാംസന്റെ മേൽ ശക്തിയോട് ആവസിച്ച പരിശുദ്ധനെ, സാവൂളിന്റെ മേൽ ശക്തിയോട് ഇറങ്ങി വന്ന പരിശുദ്ധനെ, ദാവീദിന്റെ മേൽ ആവസിച്ച പരിശുദ്ധനെ, ഏലിയായുടെ മേൽ എലീശായുടെ മേൽ ആവസിച്ച പരിശുദ്ധനെ, ഈശോ സ്നാനം സ്വീകരിച്ചപ്പോൾ പ്രാവായി ഇറങ്ങി വന്ന പരിശുദ്ധനെ. We worship your mighty presence. We worship your mighty name. We worship your Holy Spirit.
We welcome you, Holy Spirit. വരങ്ങളാലും ദാനങ്ങളാലും ഫലങ്ങളാലും സഭയെ നിറയ്ക്കണമേ. ഈശോയെ പോലെ ആക്കി ഞങ്ങളെ മാറ്റണമേ. യേശുവിനെ പോലെ ഞങ്ങളെ മാറ്റണമേ. യേശുവിനെ പോലെ ആക്കണമേ. ദൈവത്തിൻ്റെ ചൈതന്യമേ, ദൈവം തന്നെയായവനെ ആരാധന ആരാധന. ദൈവത്തിൻ്റെ ചൈതന്യമേ, ദൈവം തന്നെയായവനെ ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്കാരാധന. ദൈവാരൂപിയെ അങ്ങേക്കാരാധന. പരിശുദ്ധാത്മാവേ അങ്ങേക്കാരാധന. ദൈവാരൂപിയെ അങ്ങേക്കാരാധന. ദൈവാത്മാവിലെന്നും ആരാധന. ദൈവാത്മാവിലെന്നും ആരാധന. ദൈവാത്മാവിനെന്നും ആരാധന. തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. യേശുവേ മദ്യപാനം മുഖാന്തരം കുടുംബസമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഒഴുകി വന്ന് കുടുംബത്തെ മദ്യത്തിൻ്റെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. മിക്ക 7:15 വചന കുടുംബങ്ങളിൽ മാംസം ധരിക്കുന്നു, ഞാൻ നിന്നെ അത്ഭുതങ്ങൾ കാണിക്കും. ന്യായാധിപൻ 15:14 വചനവും അനേക കുടുംബങ്ങളിൽ വന്ന് മാംസം ധരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ സാംസന്റെ മേൽ വന്നു. സാംസനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെയായി തീർന്നു. സാംസന്റെ കെട്ടുകൾ അഴിഞ്ഞു വീണതുപോലെ ഒത്തിരി മക്കളിൽ നിന്ന് പാപത്തിന്റെ, മദ്യത്തിന്റെ, ലഹരിയുടെ അടിമത്തത്തിന്റെ ചങ്ങലകൾ പൊട്ടിപ്പോകുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം ഒഴുകി വന്ന് സമാധാനത്തിന്റെ ആത്മാവിനെ അയച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. യേശുവേന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ലാത്ത വിധത്തിൽ വലിയ വയറ്റിനുള്ളിലെ പ്രോബ്ലമുള്ളൊരു മകളെ ഈശോ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. നാളുകളായി എഴുന്നേക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന വ്യക്തിയെ കർത്താവ് കരം പിടിച്ച് കാലുകൾക്ക് ബലം നൽകുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സ്വരമുയർത്തി വിളിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആർക്കും കൊള്ളാത്തവനാണ് എന്ന ചിന്തയില് വലിയ പ്രതിസന്ധിയിലും സങ്കടത്തിലുമായിരിക്കുന്ന ഏതാനും പേരെ പരിശുദ്ധാത്മാവ് സമാധാനം കൊടുക്കുന്നു, കഴിവുള്ളവരാക്കി ഉപയോഗിക്കുന്നതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ലോകത്തിന് വേണ്ടാത്തവർക്ക് ഈശോയ്ക്ക് വേണമെന്ന വലിയ ബോധ്യം കൊടുക്കുന്നു. അവരെ ഈശോയുടെ സ്നേഹം കൊണ്ട് ഈ സമയത്ത് കർത്താവ് ഈശോമിശിഹ നിറച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ വചന ശുശ്രൂഷയ്ക്കായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യുവതീവാക്കന്മാരെയും കുടുംബജീവിതങ്ങൾ നയിക്കുന്നവരെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പുറപ്പെടാനായിട്ട് ഒരുങ്ങാൻ തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവരുടെ മേൽ വ്യാപിക്കുന്നതായി ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയെന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു മരണഭയമൊക്കെ ഈശോ എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവേ നന്ദി നന്ദി നന്ദി. വർഷങ്ങളായി കുമ്പസാരിക്കാത്ത ജീവിതങ്ങളെ ഈശോ തൊട്ട് അനുഗ്രഹിച്ച് കുമ്പസാരിക്കാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവെ സ്തുതിക്കുന്നു.
കർത്താവേ, ഈശോയ്ക്ക് പാപിയോടുള്ള വലിയ സ്നേഹം ഈ സമയത്ത് ഒഴുകി വരുന്നു. വലിയ അനുതാപങ്ങൾ കുടുംബങ്ങളിൽ സംഭവിക്കുന്നു. വലിയ പാപബോധവും പശ്ചാത്താപവും പരിശുദ്ധാത്മാവ് കുടുംബങ്ങളിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, നന്ദി 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 നന്ദി. വലിയ കടബാധ്യതയിൽ കിടക്കുന്നവരെ ഈശോ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് വലിയ കർത്താവിന്റെ പ്രവൃത്തി കുടുംബങ്ങളിൽ ഈ ദിവസങ്ങളിൽ കാണാൻ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും കുടുംബങ്ങളിൽ ആയിരിക്കുന്നവര് സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു. യേശുവേ നന്ദി കർത്താവേ, ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈദികനെ കർത്താവിന്റെ ആത്മാവിൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. യേശുവേ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ, ഞരമ്പ് ചുരുങ്ങുന്ന രോഗപീഠ കർത്താവ് സുഖപ്പെടുത്തി അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. യേശുവേ നന്ദി നന്ദി നന്ദി. ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും ഒരു ഫലമില്ലാതിരിക്കുന്ന, എന്താണ് രോഗമെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിരിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് ആശീർവദിക്കുകയും ആ രോഗപീഠ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവേ ഹല്ലേലൂയ. യേശുവേ, വചനം തുറന്നു കഴിയുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാനോ വചനം വായിക്കാനോ പറ്റാത്ത അവസ്ഥ. നൂറുകണക്കിന് മക്കളുടെ മേൽ വചനത്തിന്റെ അഭിഷേകം വ്യാപരിക്കുകയും വചനം വായിക്കാനുള്ള കൃപ നൽകുകയും കർത്താവ് അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. 3 തവണയെങ്കിലും അബോർഷനായി പോയ അവസ്ഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ നൽകി ഈശോ അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയോടുള്ള വലിയ സ്നേഹം കുടുംബങ്ങളിൽ വർഷിക്കപ്പെടുന്നു. ദാമ്പത്യ ജീവിതത്തിലെ എല്ലാ പൊരുത്തക്കേടുകളിലേക്കും ദൈവത്തിന്റെ സ്നേഹം ഒഴുകി വന്ന് കുടുംബങ്ങളെ സ്നേഹത്തിന്റെ ചരടുകൊണ്ട് കെട്ടി കർത്താവ് ഒന്നിപ്പിക്കുന്നതായും ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്നതായും അനൈക്യങ്ങൾ മാറിപ്പോകുന്നതായും കുടുംബങ്ങളെ വിശുദ്ധീകരിക്കുന്നതായും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി കർത്താവേ, ഈ സമയത്ത് ദൈവമേ ഞങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളെ ഒരുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ആശീർവാദത്തിന് വേണ്ടി ഞങ്ങളെ ഒരുങ്ങുമ്പോൾ ദൈവമേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും കുടുംബാംഗങ്ങളിലേക്കും ഈശോയെ ഞങ്ങളുടെ പ്രതിസന്ധിയിലേക്ക് രോഗാവസ്ഥയിലേക്ക് യേശുവിനെ വിളിച്ച് കർത്താവിൻ്റെ സ്നേഹം കുടുംബങ്ങളിലേക്ക് ഒഴുകണമേ. എല്ലാ പ്രതിസന്ധികളിലേക്ക് ഒഴുകി വരണേ എന്ന് പ്രാർത്ഥിച്ച് 2 കരങ്ങളും പരിശുദ്ധ കുർബാനയിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രിയരെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ അനീതമായ സ്നേഹം ഒഴുകണമേ. ചെങ്ങലകളെല്ലാം പൊട്ടണമേ. രൂപത മുഴുവൻ ആശീർവദിക്കപ്പെടണമേ. ദൈവമേ, രൂപത്തിലേക്ക് വലിയ ശുശ്രൂഷകൾ ഒഴുക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവ് കുടുംബങ്ങളിലേക്ക് ഒഴുകണമേ. ഈശോയെ വിളിച്ച് സ്തുതിക്കുന്നു. ഈശോ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. കർത്താവേ, വിമോചിപ്പിക്കണേ. ഈശോയെ വിശുദ്ധീകരിക്കണേ. ഈശോയെ, ഞങ്ങളിലേക്ക് നിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെടണമേ. കർത്താവേ, പ്രവർത്തിക്കണമേ. യേശുവേ, കരുണയായിരിക്കണം. ദേശത്തോട് കരുണയായിരിക്കണം. കുടുംബങ്ങളോട് കരുണയായിരിക്കണം. ആത്മാവിനെ വർഷിക്കണേ. ഈശോയെ ഈശോയെ ഈശോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ദുരിതത്ത് ഒഴുകണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കുടുംബങ്ങളിലേക്ക് ദുരിതത്ത് ഒഴുകണമേ. യേശുവേ, കരുണയായിരിക്കണം. അപ്പാ, കരുണ ഒഴുകി വരണമേ. വിശ്വനാഥ, കരുണ ഒഴുകി വരണമേ. ഓ ഗ്ലോറി കർത്താവേ, മഹത്വം ദർശിക്കണമേ. അത്ഭുതങ്ങൾ കാണിക്കണേ. അപ്പാ, നിന്നോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണമേ. യേശുവേ, അഭിഷേകം നിറയണമേ. ഈശോ, വിശുദ്ധരാക്കണമേ. കർത്താവേ, ഞങ്ങളെ വിശുദ്ധരാക്കണമേ. യേശുവേ നന്ദി 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 നന്ദി. യേശുവേ നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതത്തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.